എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ഗെയിം ഏതാണെന്ന് വെച്ചാൽ ഗെയിമിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. സത്യം പറഞ്ഞാൽ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നാരങ്ങവെള്ളം വിറ്റ ശേഷം കോടീശ്വരനാവുക എന്നുള്ളതാണ്. ആദ്യം തന്നെ എല്ലാവരും എങ്ങനെ നാരങ്ങവെള്ളം വിൽക്കുന്നത് എന്ന് നമുക്കൊന്ന് റെഫർ ചെയ്ത് പഠിക്കാനായിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ എത്തിയിരിക്കുന്നത് ജമാൽ മാമൻ്റെ കടയിലോട്ടാണ്. ജമാൽ മാമൻ്റെ കടയിലോട്ട് ചെന്നപ്പോൾ ഞാൻ മനസ്സിലായത് മോനെ സീന് കട. ഇയാൾ നാരങ്ങ വിറ്റ് തുടങ്ങി ഇപ്പോൾ എന്തോ സൈക്കിൾ കട വരെ നടത്തുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. എന്തൊക്കെയോടോ വലിയൊരു കടയനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കാണെങ്കിൽ ആദ്യം ഉണ്ടാക്കിയിട്ട് വേണം. നമ്മളെ കയ്യിലാണെങ്കിൽ ആകെ $1 ഉള്ളത്. ജമാൽ മാമ ഇവിടുന്ന് കട തുടങ്ങി എന്നാ പറഞ്ഞിട്ടുള്ളത്. അതായത് ജമാൽ മാമക്ക് ഒരു സെക്കൻഡിൽ 755 മില്യൺ ആണ് കിട്ടുന്നത്. കുഴപ്പമില്ല, അത്യാവശ്യം കോടീശ്വരൻ തന്നെയാണ് അപ്പൊ നമ്മുടെ ജമാൽ മാമ. ഈ ട്രക്കെല്ലാം വേറെ ആയിട്ടും അല്ല, ജമാൽ മാമന്റെ തന്നെയാണ്. നമുക്ക് അടുത്തതായിട്ട് ഒരു കട കൂടി പോയി നോക്കാം. ഇത് ആരെ കടയാണെന്ന് നോക്കിയപ്പോൾ ഹലോ എന്ന കടക്ക് പേരിട്ടിട്ടുള്ളത്. സ്റ്റോളിനാണെങ്കിൽ ഹായ് എന്ന് പേരിട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഹായ് മാമന്റെ കട എന്ന് പറയാം. ഹായ് മാമനാണെങ്കിൽ 4.95 സംതിങ് മില്യണും ട്രില്യണൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ട്. വേറെ എന്തോണ് എഴുതി കാണിക്കുന്നത്. അത്രയുമാണ് ഒരു സെക്കൻഡിൽ സമ്പാദിക്കുന്നത്. ഇങ്ങനെ കട തപ്പി പോകുന്ന ടൈമിലാണ് നമ്മളെ ആണെങ്കിൽ ആരോ അണ്ടർഗ്രൗണ്ടിലോട്ട് വലിച്ചിട്ടത്. അപ്പോഴാണ് മനസ്സിലായത് ഇതിന്റെ ബാക്കിൽ വലിയൊരു കൊള്ള സംഗീതം തന്നെയുണ്ട്. നമുക്ക് അങ്ങോട്ട് പിന്നെ വന്ന് നോക്കാം. ആദ്യം നമുക്ക് നാരങ്ങ വെള്ളം വിറ്റ് കോടീശ്വരനാവാൻ നോക്കാം. അങ്ങനെ നമ്മുടെ ബാപ്പ നമുക്ക് വേണ്ടി വേങ്ങി വെച്ചിട്ടുള്ള സ്ഥലമാണ് ഇത് എന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ $1 ഇവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാണ്. അങ്ങനെ തന്നെ നമുക്ക് ചെറിയൊരു പെട്ടിപ്പീടിയും കാര്യങ്ങളൊക്കെ തുറന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഈ പെട്ടിപ്പീടിയിൽ ആൾക്കാരൊന്നും വെക്കാത്തതുകൊണ്ട് നാരങ്ങ വെള്ളമൊക്കെ നമ്മൾ തന്നെ സ്വന്തമായിട്ട് അടിക്കണം. എന്തൊരു കഷ്ടപ്പാടാണ്. കാക്ക നാരങ്ങ വെള്ളം വേണം. അങ്ങനെ സുലൈമാൻ കാക്ക നമ്മളെ കയ്യിൽ നിന്ന് $2 നാരങ്ങൾ വാങ്ങിയിട്ടുണ്ട്. നമുക്കിപ്പോൾ $3 ആയിട്ടുണ്ട്. ഓക്കെ, $4 ആയിട്ടുണ്ട്, $5 ആയിട്ടുണ്ട്. ഓക്കെ, നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് നാരങ്ങൾ അവിടെ അടിച്ചുകൊണ്ട്. പക്ഷെ നമുക്ക് ഇതൊന്നും പോരാ. നമുക്ക് കുറച്ചുകൂടി വലുതായിട്ട് എന്തെങ്കിലുമൊക്കെ വേണം. നമുക്കിങ്ങനെ $1 വെച്ചുണ്ടാക്കിയിട്ട് എന്ന് കോടീശ്വരനാവാനാ? അപ്പം നമുക്ക് $65 കൊടുത്താൽ അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്. ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്താണ് നമ്മൾ കോടീശ്വരനാവല് തോന്നുന്നു. പക്ഷെ നമുക്ക് ഒന്നും കൂടി ആലോചിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്നും പോരാ. നമുക്ക് വലിയൊരു കോടീശ്വരൻ തന്നെ ആവേണ്ടതുണ്ട്. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ശേഷം ലൈക്കും കൂടി ചെയ്ത് വെച്ചേക്കാം. അപ്പം നമുക്ക് $6.20 ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ ഇനിയും പറ്റും. നമ്മുടെ കഷ്ടകാലത്തിനാണെങ്കിൽ അപ്പം നമുക്ക് ഇനിയും ക്ലിക്ക് ചെയ്ത് $2.92 ഇനിയും നമ്മളിങ്ങനെ വിട്ടുകൊണ്ടിരിക്കണം. ഇങ്ങനെ എത്ര പേർക്ക് വിറ്റിട്ടാണെന്നാവോ കോടീശ്വരനാവുന്നത്. നമ്മളാണെങ്കിൽ വിൽക്കുന്നുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം അപ്ഗ്രേഡും ചെയ്ത് വിടുന്നുണ്ട്. കാക്ക നല്ല ശുദ്ധമായ തെളിനീർ വെള്ളത്തിലുണ്ടാക്കിയ നാരങ്ങ ജ്യൂസ് വന്നിട്ടുണ്ട്. എല്ലാവരും വന്ന് കുടിച്ചിട്ട് പോവേണ്ടതാണ്. ഇതാക്കണ ഒരു ഉസ്മാൻ കാക്ക വരുന്നുണ്ട്. ഉസ്മാൻ കാക്ക പെട്ടെന്ന് വരി, നല്ല തണുത്ത നാരങ്ങ വെള്ളം റെഡിയായി വെച്ചിട്ടുണ്ട്. നാരങ്ങളെ ഇഷ്ടമായി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ. കുടുംബക്കാരെ കയറ്റി എല്ലാവരും വരണം. നാട്ടിലെല്ലാവരോടും പറയണം. ഫ്രണ്ട്സിനേറ്റും പറ്റുകയാണെങ്കിൽ വരണം. വീട്ടുകാരോടൊക്കെ പ്രത്യേക അന്വേഷണം കൂടി പറയണേ. ഇങ്ങനെയാണ് നമ്മൾ കച്ചവടം പിടിച്ചെടുക്കാനായിട്ട് വിചാരിച്ചിട്ടുള്ളത്. പക്ഷേ ഇതൊന്നും വെച്ച് നമ്മൾ കോടീശ്വരനാവാനായിട്ട് പോകണില്ല. നമുക്ക് ഇനിയും കുറെ അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമായിട്ട് വരും. അങ്ങനെ അടിച്ചാണെങ്കിൽ നമ്മൾ അത്യാവശ്യം $100 കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫൈനലി ഒരു സ്റ്റാഫിനെ വെക്കാനുള്ള പൈസയൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളൊരു സ്റ്റാഫിനെ വെച്ചു. ഇനി അടിക്കേണ്ട കാര്യങ്ങളൊക്കെ അവൻ അടിച്ചോളും. നമ്മളിങ്ങനെ നോക്കി പൈസ എണ്ണിയാൽ മാത്രം മതി. പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ആക്കിയിട്ടേ ചെയ്യണുള്ളൂ. കാരണം ഇതൊരു ടെസ്റ്റ് വീഡിയോ പോലെയാണ്. നമുക്ക് വലിയ സപ്പോർട്ടൊന്നും കിട്ടണില്ല. നമ്മൾ ചിലപ്പോൾ ചാനൽ നിർത്തും. കുറഞ്ഞൊരു സപ്പോർട്ട് കിട്ടിയാൽ നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുകയും ചെയ്യും. പിന്നെ ഈ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് കളിക്കാനും വലിയ മൂഡൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചത് നിർത്തുകയാണ്. പിന്നെ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരണം. കാരണം ഞാൻ പുതിയതായി തുടങ്ങിയ ഒരു യൂട്യൂബറാണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാതെ ഞാനൊന്നും അറിയാനായിട്ട് പോണില്ല. അപ്പോൾ എന്തെങ്കിലും മാറ്റം വരുത്താനോ വീഡിയോയിൽ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരാനോ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ എത്ര നേരം വാച്ച് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി.